മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങളെ ഒരു സ്ഥലത്തേക്ക് പോവാൻ നിൽക്കാം. എങ്ങനെയല്ലോ ഷഷ്ടി കാണാൻ പോവാട്ടോ. കൊടകര ഷഷ്ടി എന്ന് ഞങ്ങൾ കൊടകര ഷഷ്ടിക്ക് പോവാ. ആരൊക്കെയുള്ളല്ലോ? അമ്മ, കണ്ണൻചേട്ടൻ, ഞാൻ, അച്ഛൻ. അച്ഛനെ വേണ്ടി അച്ഛൻ്റെ ഇവിടെ വെയിലത്ത് വേഗം പോവാൻ വേണ്ടിട്ട് അച്ഛൻ്റെ നാട്ടിലേക്ക് പോവാൻ വേണ്ടിട്ടുള്ള തിടുക്കത്തില്ല. അപ്പൊ ഞങ്ങൾ പോവാണ് കേട്ടോ. കണ്ട ഭയങ്കര സന്തോഷത്തില്ല, കാവടി കാണാനുള്ള ഭയങ്കര സന്തോഷത്തില്ല. കാരണം എനിക്ക് പിടിച്ചാൽ കിട്ടുന്നില്ല. കൊട്ടുമുണ്ട്, പിന്നെ കുട്ടികളെ കാവടി ഉണ്ട്. ഓർമ്മയില്ല കഴിഞ്ഞ കൊല്ലം പോയത്. ഞങ്ങൾ പോണത് തറവാട്ടിലേക്കാണ് കേട്ടോ. ഇനിയിപ്പൊ ഞങ്ങൾ അവിടെ പോയി കാവടിയൊക്കെ കണ്ട് ഉച്ചയാകുമ്പോഴേക്കും ഞങ്ങൾ തിരിച്ചു പോരും. കണ്ണൻകുട്ടിക്ക് ഞങ്ങൾ അവിടെ കാവടിക്കാർക്ക് കൊടുക്കും അല്ലേ? കണ്ണന് ഞങ്ങൾ അവിടെ കാവടിക്കാർക്ക് കൊടുത്തിട്ട് വൈകുന്നേരം കണ്ണൻ കാവടിയൊക്കെ ആടിയിട്ട് നാളെ വരുള്ളൂ. ആണോ? കണ്ണൻ ഇന്ന് എന്റെ തോടിൽ ഇടുന്ന കാവടി ആടുട്ടോ കൊറേ അല്ലേ കണ്ണാ? അയ്യോ പിടിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പൊ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുമ്പോ തന്നെ നമ്മുടെ പുൽപ്പാറ കുന്നിന്റെ സെറ്റാണ് കേട്ടോ അത്. അപ്പോൾ നമ്മളുടെ കൊപ്രക്കളം സെറ്റ് തന്നെയാണ് കേട്ടോ. എപ്പോഴും ഞാൻ വേറെ ഇതൊന്നും പറയില്ല. കൂടുതൽ സാധനങ്ങൾ ഉണ്ടാവുക നമ്മുടെ കൊപ്രക്കളം കിണർ സെറ്റാണ് കേട്ടോ. കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പം ഇതിൽ നല്ല അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാണാനൊക്കെ. അപ്പോൾ ഞങ്ങളതൊക്കെ ആസ്വദിച്ചും കൊണ്ട് ഇങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളവിടേക്ക് എത്തി. പിന്നെ ചേട്ടൻ ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോയില്ല. അവിടേക്ക് അപ്പോഴേക്ക് സെറ്റൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതൊക്കെ കണ്ടിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് ചോദിച്ചു. പിന്നെ തറവാട്ടിലുള്ള ചേച്ചി ചേട്ടനൊക്കെ എല്ലാവരും ഇവിടെ ഉണ്ടാവും. ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ നിന്നിട്ട് എത്ര ആളുകളുടെ ഇടയിൽ ഞങ്ങൾക്ക് അവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചീനെയും എല്ലാവരും ഞങ്ങൾ കണ്ടു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് അവിടെ നിന്നൊക്കെ നിന്ന് കാവടിയൊക്കെ കണ്ടു കേട്ടോ. കണ്ണനൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ. പക്ഷെ കണ്ണനെയും നമ്മുടെ ആ ഒരു അച്ചാച്ചനും അമ്മാമ്മയും പൂച്ചയും കോഴിയൊക്കെയുള്ള സംഭവങ്ങളില്ല, അത് കണ്ടപ്പോൾ കണ്ണന് പേടിയായിട്ടോ. എന്ന് വെച്ചാൽ അത് വലിയ ഭയങ്കര ഉയരത്തിലാണ്, ഹൈറ്റിലാണ്. അപ്പോൾ അവരൊക്കെ അതിൻ്റെ ഉള്ളിൽ മനുഷ്യന്മാരാണല്ലോ. അവർ നമ്മളുടെ അടുത്തേക്കൊക്കെ ഇങ്ങനെ വരുന്നത് കണ്ടപ്പോഴേ കണ്ണൻകുട്ടിക്ക് പേടിയായി. കണ്ണൻകുട്ടി അയ്യോ എന്നൊക്കെ പറഞ്ഞ് കരയല്ല, ഒരു പേടി കാണിക്കില്ലേ, അങ്ങനെയൊക്കെയായിരുന്നു. എന്നാലും പിന്നെ ഈ ശിങ്കാരിമേളവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവൻ അടിച്ചുപൊളിയുടെ ആളാണല്ലോ. ആളിങ്ങനെ ചില്ല് നിൽക്കുന്ന മനുഷ്യനായത് കാരണം അവനതൊക്കെ ഭയങ്കര സന്തോഷം. അപ്പോൾ ആളിങ്ങനെ എന്താ പറയുക, കുറേ കഴിഞ്ഞപ്പോഴൊക്കെ തലയൊന്നും നമ്മൾ പിടിക്കണ്ട, അവൻ തന്നെ കൺട്രോൾ ചെയ്ത് തുടങ്ങി. സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കൽ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ നിന്ന് വീഡിയോസ് എടുക്കുന്നതും. പിന്നെ നമ്മുടെ ചേച്ചിയുടെ അനിയത്തിൻ്റെ മോളുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് അങ്ങനെയൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരുകളൊക്കെ ആകുമ്പോൾ അവർക്കൊക്കെ അതൊന്നും വലിയ വിഷയമുള്ള കാര്യമില്ല വീഡിയോസ്. അപ്പോൾ അവൾ എനിക്ക് അങ്ങനെ വീഡിയോസൊക്കെ എടുത്തു തന്നു കേട്ടോ. അപ്പോൾ ലച്ചു ഉണ്ടായത് കാരണം വീഡിയോസ് എടുക്കലൊക്കെ കുറച്ചെങ്കിലും നടന്നു. പക്ഷേ ഈ ആളിൻ്റെയും ബഹളത്തിൻ്റെ ഇടയിലൊക്കെ നിന്നിട്ട് നമുക്ക് വീഡിയോസൊക്കെ എടുക്കുന്നതിന് പരിമിതികളുണ്ടല്ലോ. എന്നാലും ഞങ്ങൾ കുറച്ചൊക്കെ എടുത്തു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടമായത് ഇപ്രാവശ്യത്തെ ഷഷ്ടിയായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമേ എനിക്ക് അങ്ങോട്ട് വലിയത് തോന്നിയില്ല. കാരണം ഞങ്ങൾ വെറുതെ ജസ്റ്റ് ആ കിണറിൻ്റെ അവിടെ വന്ന് അവിടെ നിന്ന് ഇറങ്ങി ആരതൊക്കെ കുറച്ച് നേരമൊക്കെ ഒന്ന് കണ്ട് അപ്പം തന്നെ തിരികെ വീട്ടിലേക്ക് പോയി. അങ്ങനെ ശരിക്കും ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം ഞങ്ങൾ കൊപ്രക്കളം വരെയൊക്കെ പോയിട്ടോ. അവിടെ പോയി അവിടെ വരെ നിന്ന് കുറച്ച് നേരമൊക്കെ കണ്ടു. പിന്നെ കുറച്ച് ആളും ബഹളവും മെനക്കൊക്കെ ഉള്ളതുപോലെ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഇപ്രാവശ്യമാണ് കേട്ടോ ഫീൽ ചെയ്തത്. പിന്നെ കണ്ണൻകുട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. കുറേ നേരം എനിക്ക് അവൻ്റെ തല പിടിക്കേണ്ടിയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല, അവൻ തന്നെ പിടിക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അവൻ്റെ അടുത്ത് പറയാം, ആഹാ തല കൺട്രോൾ ചെയ്യാൻ നിന്നെ ഇന്ന് ഷഷ്ടിപ്പറമ്പിക്കും പൂരപ്പറമ്പിക്കൊക്കെ കൊണ്ടുവന്നാൽ മതിയില്ലേ കാണാന്നൊക്കെ പറഞ്ഞ് നിൽക്കായിരുന്നു കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു കേട്ടോ. കുറേ പേര് വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു. അപ്പോൾ അത് ഭയങ്കര സന്തോഷമാണ്. കുറേ പേർക്കൊന്നും അറിയില്ല നമ്മൾ കൊടകരയാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ വീടിൻ്റെ കുറേയൊക്കെ അടുത്തൊക്കെ ഉള്ളവരാണ്. പക്ഷെ അവർക്കൊന്നും അറിയില്ല, നമ്മളവിടെ കാണുന്നൊന്നുമില്ല. പിന്നെ ഇപ്പോൾ എല്ലാ വീഡിയോസിലും തുമ്പൂര് എന്നല്ലേ പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മളുടെ അടുത്തൊക്കെ ഉള്ളവർ, ഇപ്പം എന്നെയൊക്കെ അങ്ങനെ ചിലർക്കൊന്നും ചിലപ്പോൾ അറിയില്ലല്ലോ. അപ്പോൾ അവിടെ വെച്ച് കാണുമ്പോഴൊക്കെയാണോ ഈ ഇവിടെയാണോ വീട്, ഇവിടെ അടുത്താണോ വീട് എന്നൊക്കെ ചോദിച്ച് സംസാരിച്ചൊക്കെ വരുമ്പോഴാണ് കാര്യങ്ങളൊക്കെ അറിയുന്നത്. അങ്ങനെ കുറേ പേരെയൊക്കെ കണ്ടു കേട്ടോ. പിന്നെ കണ്ണൻ്റെ തല കാണാൻ ഇങ്ങനെ പിടിച്ച് ബലം പിടുത്തവും നടക്കുന്നുണ്ട്, തല കൺട്രോൾ ചെയ്തും പിടിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ കല്യാണി പിന്നെ കുറേ നേരമൊക്കെ ഇങ്ങനെ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ കണ്ട് അതുമ്മയ്ക്ക് നോക്കി നിൽക്കലൊക്കെ ആയിരുന്നു. എന്നാലും അങ്ങനെ വലിയ കുറുമ്പുകളൊന്നും എടുത്തില്ല കേട്ടോ. കണ്ണനല്ല കല്യാണി. കണ്ണൻ പിന്നെ കുറുമ്പൊന്നുമില്ല, കണ്ണൻ നല്ല കുട്ടിയാണ്. പിന്നെ കല്യാണിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. എന്തെടുത്തേക്ക് വന്നാലും മറ്റേ കോഴിയും പൂച്ചയും അതൊക്കെ എടുത്തേക്കൊക്കെ വന്നിട്ടൊക്കെ അതൊന്നും ആൾക്ക് വിഷയമൊന്നുമില്ല, ആൾക്ക് പേടി. പക്ഷെ കണ്ണൻ അതൊക്കെ അങ്ങനെ എടുത്തേക്കൊക്കെ വരുമ്പോൾ ഇത്രയും വലിയൊരു സാധനം എൻ്റെ അടുത്തേക്ക് വരുന്നു എന്നൊക്കെയുള്ളൊരു പേടിയൊക്കെ ഉണ്ട്.
പിന്നെ എന്തോ ഒരു സംഭവം കണ്ടപ്പോൾ കണ്ണൻ കരഞ്ഞായിരുന്നു. അതെന്താണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എന്തോ ഇങ്ങനെ എടുത്തേക്ക് വന്നപ്പോൾ അത് ഈ കോഴിയാന്ന് തോന്നുന്നു, കോഴിയും പൂച്ചയും അങ്ങനെ എന്തോന്ന് തോന്നുന്നു. എടുത്തേക്ക് വന്നപ്പോൾ കണ്ണന് പേടി വന്നിട്ട് കണ്ണനൊന്ന് കരഞ്ഞായിരുന്നു കേട്ടോ. എന്തായാലും അടിപൊളിയായിരുന്നു സംഭവം. കൊടകര ഷഷ്ടിയൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോകാൻ നോക്കി. ഭയങ്കര വെയിലും പിന്നെ ദാഹിച്ചിട്ടും പാടില്ല, അങ്ങനെയൊക്കെ അപ്പോൾ ഞങ്ങൾ പിന്നെ വേഗം വീട്ടിലോട്ട് പോകാൻ നോക്കി. അപ്പോൾ വീട്ടിൽ അവിടെ തറവാടിൽ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ചേച്ചിയുടെ അനിയത്തിൻ്റെ മക്കളും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ്റെ പെങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല, പെങ്ങൾക്കൊന്നും വരാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു, അതുകൊണ്ട് അവരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആളെനക്കൊക്കെ വളരെ കുറവായിരുന്നു കേട്ടോ. വീട്ടിൽ ആളെനക്കൊക്കെ വളരെ കുറവായിരുന്നു. എന്നാലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ചേട്ടൻ്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പോകുന്നത് ഓണത്തിനും അതുപോലെ മിക്ക ഓണത്തിനും പോകാറുണ്ട്. കഴിഞ്ഞ ഓണത്തിന് പോയില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ ഷഷ്ടിക്കുമാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരെയും അങ്ങനെ കണ്ട് വന്നത് ഈ 2 പരിപാടികൾക്കൊക്കെയാണ്. കഴിഞ്ഞ ഓണത്തിന് പോകാനും പറ്റിയില്ല. അങ്ങനെ എല്ലാവരെയും കണ്ടു. ഷഷ്ടിക്ക് ഇത് നമ്മളുടെ അപ്പുറത്ത് കുന്നിൻ്റെ അവിടെ നിന്ന് വരുന്നത് കേട്ടോ. അതിൽ നല്ല വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മറ്റേ ആന, വലിയ ആന, അതിങ്ങനെ പൂരത്തിന്, പിന്നെ മറ്റേ നമ്മുടെ സാധാരണ മേള, അങ്ങനെയൊക്കെ നല്ല എന്താ പറയുക, നമ്മൾക്ക് ഭയങ്കര സന്തോഷം തരുന്നത്, നമ്മൾക്ക് നല്ല കേട്ടോ, കൊടകരക്കാരുടെ ഭയങ്കര ഒരു ആഘോഷമാണിത്. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നതിനേക്കാളും മുൻപും ഈ കൊടകര ഷഷ്ടി എന്ന് പറയുന്നത് ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം എൻ്റെ വല്യമ്മയുടെ വീടെടുത്തുണ്ടേ ഈ കൊടകര തന്നെയാണ് എൻ്റെ വല്യമ്മയുടെ വീട്. അപ്പോൾ ഞാൻ എൻ്റെ കല്യാണത്തിന് മുൻപും കൊടകര ഷഷ്ടി കാണാനൊക്കെ വരും, വല്യമ്മയുടെ വീട്ടിലോട്ട് വരും. അപ്പോൾ അങ്ങനെ കൊടകര ഷഷ്ടി എന്ന് പറയുന്നത് എനിക്കിപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ മുതൽക്കുള്ളൊരു സംഭവമല്ല. അതിൽ മുൻപ് നമുക്ക് കുഞ്ഞായിരിക്കുമ്പോൾ മുതൽക്ക് കൊടകര ഷഷ്ടി ഞങ്ങൾക്ക് പ്രാധാന്യമായിട്ട് തോന്നാറുണ്ട്. വല്യമ്മയുടെ വീട്ടിലേക്ക് വന്നിട്ട് കേട്ടോ. വല്യമ്മയുടെ വീട്ടിലേക്ക് എല്ലാ ഷഷ്ടി സമയത്തും തലേദിവസം ഞങ്ങൾ വരും വല്യമ്മയുടെ വീട്ടിലേക്ക്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കൊടകരയ്ക്ക് കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് അങ്ങനെ കൊടകരക്കാരി ആയതാണ് കേട്ടോ. അപ്പോൾ കുറേ നേരം ഞാൻ കണ്ണനെ എടുത്ത് നിന്നപ്പോൾ ചേച്ചി കണ്ണനെ മേടിച്ചപ്പോൾ തന്നെ അവനൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു, കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ കുഴപ്പമില്ല കേട്ടോ. പിന്നെ നല്ല വെയിലൊക്കെ അല്ലേ, വേഗം നടന്ന് ഞങ്ങൾ കുറച്ചേ ഉള്ളൂ നടക്കാനായിട്ട് വീട്ടിലേക്ക്. അങ്ങനെ വേഗം നടന്ന് വീട്ടിലേക്കൊക്കെ എത്തി. എല്ലാവരും കൂടെ വീട്ടിലെത്തി. എല്ലാവരും ഒന്ന് ഫാനൊക്കെ ഇട്ട് ഇരുന്നാൽ മതി എന്ന് വിചാരിച്ചു കേട്ടോ. അത്രയും ചൂടോടുകൂടെയാണ് വന്നത്. പിന്നെ വന്ന് വെള്ളമൊക്കെ കുടിച്ചപ്പോഴാണ് ഒരു സമാധാനമായത്. അപ്പം ഞാൻ കണ്ണൻ്റെ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് കാറിലിരിക്കുകയായിരുന്നു. നമ്മളുടെ വീട് കേട്ടോ, അവിടെ റെൻറ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റെൻറ്റിന് കൊടുത്തവർ പോയി. അപ്പോൾ വീടിങ്ങനെ ഒഴിഞ്ഞ് കിടക്കുക. അപ്പോൾ ഞാൻ കാറിൽ നിന്ന് ഫുഡ് എടുക്കാനായിട്ട് വന്നായിരുന്നു, ബാഗിലിരിക്കുകയായിരുന്നു. ഞങ്ങൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ, ഞങ്ങളവിടെ റോട്ടിൽ ഇറങ്ങുകയാണല്ലോ ചെയ്തത്. അങ്ങനെ ഞാൻ ഫുഡൊക്കെ എടുത്തിട്ട് കണ്ണന് കൊടുക്കാനായിട്ട്, അപ്പോൾ ചോറ് കൊടുക്കണം. അപ്പോൾ അതിന് മുൻപ് ഞാൻ കുറുക്കൊക്കെ ആക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കൊടുത്തിട്ട് കുറച്ച് കഴിയുമ്പോൾ ചോറ് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അതൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് വന്നതാട്ടോ. അപ്പോൾ വീട് കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ഒരു വിഷമമാണ് ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോഴേ. അപ്പോൾ അതിൻ്റെ പിന്നിൽ കുറേ കഥകളുണ്ട്. കഥയൊന്നും പറയാനായിട്ട് ഇപ്പോൾ നേരമില്ല, അതുകൊണ്ട് ഞാൻ കഥയൊന്നും പറയുന്നില്ല. എന്നെ അടുത്തറിയുന്നവർക്ക് അറിയാം കഥകളൊക്കെ. അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കലും കാര്യങ്ങളൊക്കെ. അപ്പോൾ കണ്ണന് കൊടുത്തായിരുന്നു. കണ്ണന് കൊടുത്തിട്ട് അവിടെ ഹാളിൽ അവിടുത്തെ ആ റൂമിൽ കൊണ്ടുവന്ന് കണ്ണനെ കിടത്തി കുഞ്ഞി ഫാനൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ കണ്ണന് ഇഷ്ടമാട്ടോ. ആ കാറ്റും കൊണ്ട് ഇങ്ങനെ കിടക്കും. പിന്നെ ഒന്നുമില്ല, ഭക്ഷണം കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച് നിൽക്കുക. അപ്പോൾ ചേട്ടനൊന്നും വന്നില്ല. അവരൊക്കെ ഈ സെറ്റൊക്കെ കൊടകര കയറിയിട്ടേ വരുള്ളൂ കേട്ടോ. അമ്പലത്തിലേക്ക് കയറാൻ നിൽക്കില്ല എന്ന് തോന്നുന്നു, ടൗണിലേക്ക് കയറിയിട്ടൊക്കെയാണ് അവർ വരാം. അപ്പോൾ അപ്പോഴേക്കും പിന്നെ ഞങ്ങളൊക്കെ ഫുഡൊക്കെ കഴിച്ചിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് അപ്പോൾ ചേച്ചിക്കും ചേട്ടനൊക്കെ വിഷമമാണ്, കാരണം തറവാട് വീടാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ കൊച്ചൊരു വീടാണേ. അപ്പോൾ ഈ ഫുഡ് കഴിക്കാൻ എല്ലാത്തിനും സൗകര്യക്കുറവുകളുണ്ട്. അപ്പോൾ ചേച്ചിക്കൊക്കെ അത് ഭയങ്കര വിഷമമാണ്, കാരണം വന്നു കഴിഞ്ഞാൽ ഒന്നും മര്യാദയ്ക്ക് ഭക്ഷണം തരാൻ പോലും അങ്ങനെയൊക്കെ ചേച്ചിയൊക്കെ പറയും. പക്ഷേ അതൊന്നും അല്ലല്ലോ, എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ അതൊരു സന്തോഷമൊക്കെ തന്നെയാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ ഇരുന്ന് എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. ഞങ്ങളുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ചേട്ടനൊക്കെ വന്നത്. അപ്പോൾ പിന്നെ അവരും ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ വേറെ വൈകുന്നേരത്തിന് എന്തായാലും ഞങ്ങൾ നിൽക്കുന്നില്ല, കാരണം ചേട്ടനൊക്കെ പിന്നെ അത് കാണാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ കൊണ്ടുവന്നാക്കി തരാനൊന്നും ആരും ഉണ്ടാവില്ല. പിന്നെ എൻ്റെ കൂടെയുള്ള 2 ടീമുകളെന്ന് പറയുന്നത് 8 മണി 8:30 ആകുമ്പോഴേക്കൊക്കെ ഉറങ്ങാൻ കിടക്കുന്നവരാണ്. അപ്പോൾ ഇവരൊന്നും കൊണ്ട് നൈറ്റിൽ കാണാൻ പോകാൻ നിന്നാൽ ശരിയാവില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചു. അപ്പം നൈറ്റിൽ ചേട്ടൻ വരുന്നത് കാരണം അമ്മ എനിക്ക് കൂട്ടുകാരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മ ഇനിയിപ്പോൾ അവിടെ നിന്ന് ബസ്സിലൊക്കെ കയറി പിടിച്ചൊക്കെ വരുമ്പോൾ ചിലപ്പോൾ വയ്യാണ്ടാവും, അല്ലെങ്കിൽ നേരെ എടുക്കില്ലേ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുമ്പോഴേക്കാൻ ചെന്നൊന്ന് കൂട്ടിയിട്ട് പൊക്കോളോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ ചേലൂർക്കാണ് കേട്ടോ പോകുന്നത്. ചേലൂർ പോയി അമ്മേനെയും കൂട്ടി നേരെ തുമ്പൂർ വന്ന് കഴിഞ്ഞാൽ ചേട്ടൻ പിന്നെ ആദ്യം കൊടകരയ്ക്കാനെ പോട്ടെ. അവർക്ക് കൊടകര
ഷഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ വീട്ടിലിരിക്കില്ല, അങ്ങനെയാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി എന്താ പറയുക, ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കൊടകര ഷഷ്ടി വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.